ജെറമ്യ 33:3. കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം, നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സങ്കീർത്തനം 50:15 ഒന്ന് വായിക്കോ. അനർത്ഥകാലത്ത് എന്നെ വിളിച്ച് അപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും. നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഹല്ലേലൂയ. എന്തിനാണ് ദൈവം പറയുന്നത് നീ നിലവിളിച്ച് അപേക്ഷിക്കണമെന്ന്? ദാറ്റ് യു ക്രൈ ഔട്ട് ടു മീ. അതിന്റെ ആവശ്യം എന്താണ്? എന്തുകൊണ്ടാണ് ദൈവം പറയുന്നത്? ദൈവത്തിന് നമ്മളുടെ ആവശ്യങ്ങൾ അറിയല്ലേ? ഞാൻ ഒരു പ്രയാസം ബുദ്ധിമുട്ടുകൾ പോകണമെന്ന് ദൈവത്തിന് എൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ ഞാൻ നിലവിളിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? ഹി ഈസ് ഓംനിപോട്ടന്റ്, ഓംനിപ്രസന്റ്, ഓംനിസെന്റ്. ഹി നോസ് എവറിഥിങ്, അല്ലേ? പിന്നെ എന്തിനാണ് ദൈവം പറയുന്നത് നീ നിലവിളിച്ച് അപേക്ഷിക്കണമെന്ന്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. That is an open declaration. Lord, എനിക്ക് വേറെ ആശ്രയം ഒന്നുമില്ല, നീ മാത്രമാണ് എൻ്റെ ആശ്രയം, നീ മാത്രമാണ് എൻ്റെ സങ്കേതമെന്ന് ഏറ്റു പറയണം. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്. അല്ല നമ്മുടെ നിലവിളി കേൾക്കാൻ ഒരു എന്നാ പറയുന്നത്, ഒരു സാഡിസ്റ്റിക് ഫാദർ അല്ല. സാഡിസ്റ്റിക് എന്താ മലയാളത്തിൽ പറയാ? സാഡിസ്റ്റിക്, അതിന് മലയാളം അറിയാമല്ലോ. സാഡിസ്റ്റിക് ഒരു വേറെ ആളുടെ ഒരു സങ്കടത്തിൽ സന്തോഷിക്കുന്ന, ഒരു സങ്കടം അല്ലെ ബുദ്ധിമുട്ടിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയല്ല. പക്ഷെ ദൈവം കാര്യം മനസ്സിലായല്ലോ. വേറെ ആളുടെ ഒരു സങ്കടത്തിൽ, പ്രയാസം, ബുദ്ധിമുട്ടിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഇസ് കോൾഡ് സാഡിസ്റ്റിക്. ദൈവം അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. പക്ഷെ ദൈവത്തിന് നമ്മൾ നിലവിളിച്ച് അപേക്ഷിക്കേണ്ട ആവശ്യം എന്താണ്? യു ആർ മേക്കിംഗ് എ പബ്ലിക് ഡിക്ലറേഷൻ. ദൈവമേ, നീ മാത്രമാണ് എൻ്റെ സങ്കേതം, നീ മാത്രമാണ് എൻ്റെ ആശ്രയം എന്ന് നമ്മളുടെ വിശ്വാസം ഏറ്റു പറയണം. അങ്ങനെ പറയുമ്പോൾ നീ മാത്രമാണ് എൻ്റെ സങ്കേതം എന്ന് പറയുന്ന ദൈവം എൻ്റെ സങ്കേതമായിട്ട് അവിടെ ഇറങ്ങി വരും. നീ മാത്രമാണ് എൻ്റെ ആശ്രയം എന്ന് പറയുന്ന ദൈവം എൻ്റെ ആശ്രയമായിട്ട് അവിടെ ഇറങ്ങി വരും. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷം, നീ വിശ്വസിച്ചനുസരിച്ച് നിനക്ക് സംഭവിക്കട്ടെ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ദാറ്റ് ഈസ് വൈ ഹി വാണ്ട്സ് യു ടു ക്രൈ ഔട്ട് ടു ഹിം, ടു മേക്ക് എ ഡിക്ലറേഷൻ. അത് മാത്രമല്ല, നിന്റെ എതിര് വരുന്ന ആ സാത്താനും കേൾക്കണം, ഞാൻ ആശ്രയിക്കുന്നത് യേശു ക്രിസ്തുവിലാണ് എന്നുള്ളത്. ഐ ആം കണക്റ്റഡ് ടു ഗോഡ്. I am connected to the Almighty God who is seated. Ephesians 11 പറയുന്നുണ്ട് എന്താണ്? Who is seated above every power and principality and dominion and might and name that is named. Now I am connected. ഞാൻ ആ യേശുവുമായിട്ട് എനിക്കൊരു കണക്ഷൻ ഉണ്ട് എന്ന് പറയുകയാണ്. സോ ഇറ്റ് ഇസ് നോട്ട് ഓൺലി എ ഡിക്ലറേഷൻ. എനിക്ക് തന്നെ എൻ്റെ വിശ്വാസം വർദ്ധിക്കാനും അത് ആ ഏറ്റുപറച്ചിൽ മാത്രമല്ല, എന്നെ അലട്ടുന്ന, എനിക്കെതിര് വരുന്ന ആ സാത്താനും കൂടെ കേൾക്കണം, ഇന്ന് ഞാൻ ആരുമായിട്ടാണ് കണക്റ്റഡ് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അത് സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകും. വെൻ യു ക്രൈ ഔട്ട്, കേൾക്കുന്ന ദൈവമാണ്. കാരണം നമ്മുടെ ദൈവം കല്ലോ മണ്ണോ അല്ല. ആർക്ക് വിശ്വസിക്കും? നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. അവന് കേൾക്കാൻ പറ്റും, കാണാൻ പറ്റും. ഹല്ലേലൂയ. അതുമാത്രം കേൾക്കാൻ കാണും പലർക്കും പറ്റുമായിരിക്കും. ഹി കൻ ഓൾസോ ആക്ട്. അവിടെ പ്രവർത്തിക്കാനും പറ്റുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സങ്കീർത്തനം 56:15 വായിക്കാവോ? 86 സങ്കീർത്തനം 86:15. എന്നാൽ കർത്താവേ, അങ്ങ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ്. അങ്ങ് ക്ഷമാശീലനും സ്നേഹസമ്പന്നനും വിശ്വസ്തനുമാണ്. ദാവീദ് രാജാവിന് ദൈവത്തെ നന്നായിട്ട് അറിയാമായിരുന്നു. ദൈവത്തിൻ്റെ സ്വഭാവം അറിയാമായിരുന്നു. ദൈവമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ദാവീദിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ക്വാളിറ്റീസ് അവിടെ പറയുകയാണ്. യു ആർ ഫുൾ ഓഫ് കമ്പാഷൻ, യു ആർ ഫുൾ ഓഫ് ഗ്രേഷ്യസ്നെസ്, യു ആർ ലോങ് സഫറിങ്, യു ആർ അബണ്ടന്റ് ഇൻ മെർസി, യു ആർ അബണ്ടന്റ് ഇൻ ട്രൂത്ത് എന്നൊക്കെ ഏറ്റു പറയുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതാണ് പറയുന്നത്, ഒരു ബന്ധം. യു മസ്റ്റ് ഹാവ് എ കണക്ഷൻ, യു മസ്റ്റ് ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവത്തെ ഞാൻ കാണുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ഒരു വലിയ ശക്തിയായിട്ട് അല്ല. ഹീ ഈസ് ദ ക്രിയേറ്റർ ഓഫ് ദ യൂണിവേഴ്സ്. പക്ഷെ ഞാൻ ശരിക്കും കാണേണ്ടത് എൻ്റെ പിതാവായിട്ട് കാണണം. I must be able to connect to God as my father. ഞാൻ യേശുവായിട്ട് കണക്ട് ചെയ്യേണ്ടത് എന്നെ രക്ഷിച്ച എൻ്റെ സഹോദരനായിട്ട്. അങ്ങനെയാണ് ആ ദൈവമായിട്ടൊരു ബന്ധമുണ്ടായി ആ ദൈവത്തിൻ്റെ സ്വഭാവത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. കാരണം നമ്മൾ മനസ്സിലാക്കണം, ദൈവം ഈസ് ലവ്, ദൈവം സ്നേഹമാണ്. ഐസയ പ്രവചനം 10-ാം 25 വചനം ഒന്ന് വായിക്കോ? ഐസയ 10:25. എന്തെന്നാൽ
അല്പസമയത്തിനുള്ളിൽ എൻ്റെ രോഷം ശമിക്കുകയും എൻ്റെ ക്രോധം അവരുടെ വിനാശത്തിനായി തിരിച്ചുവിടുകയും ചെയ്യും. ഹല്ലേലൂയ. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ for yet a very little while and the indignation will cease, as well my anger in their destruction. അപ്പോൾ ദൈവം തീർച്ചയായിട്ടും നമ്മളെ ശാസിക്കും, ശിക്ഷിക്കും. പക്ഷേ അത് ശിക്ഷണം മുഴുവൻ കാലത്തേക്കല്ല. നമ്മൾ എന്ന് അനുദപിച്ച് ദൈവത്തോട് തിരികെ വരുന്നുവോ അന്ന് ദൈവം നമ്മളുടെ നിലവിളി കേട്ട് നമ്മളെ തിരികെ ആ ഭവനത്തിലെ അംഗമാക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ദൈവമായിട്ട് ബന്ധമില്ലെങ്കിൽ പ്രിയപ്പെട്ട, ഐ എം ടെലിങ് യു, ഇന്ന് നിങ്ങൾ ആ യേശുവിനെ സ്വന്തമാക്കണം. ആ യേശു സ്നേഹിക്കുന്ന ദൈവമാണ്. നിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി അല്ല യേശു ക്രിസ്തു മരിച്ചത്, അതിനുപരി നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ആ കുരിശേൽ മരിച്ചത്. ഹല്ലേലൂയ. കാരണം നമ്മൾ മനസ്സിലാക്കണം ഹല്ലേലൂയ. 24-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സിയോനിൽ വസിക്കുന്ന എൻ്റെ ജനമേ, ഈജിപ്തുകാർ ചെയ്തതുപോലെ അസറിയാക്കാർ തങ്ങളുടെ വടി കൊണ്ട് പ്രഹരിക്കുകയും നിങ്ങൾക്കെതിരെ ദണ്ഡ് ഉയർത്തുകയും ചെയ്യുമ്പോൾ ഭയപ്പെടരുത്. കാരണം എന്താണ്? എന്തെന്നാൽ അല്പസമയത്തിനുള്ളിൽ എൻ്റെ രോഷം ശമിക്കുകയും എൻ്റെ ക്രോധം അവരുടെ വിനാശത്തിനായി തിരിച്ചുവിടുകയും ചെയ്യും. കാരണം അവരുടെ ബാബിലോണിൽ അശ്ശൂർ രാജാവ് അവരെ വന്ന് കൊണ്ടുപോയത് എന്തിനാണ്? പ്രവാസകാലം എന്തിനാണ് കൊണ്ടുപോയത്? അവരെ ശിക്ഷിക്കാൻ വേണ്ടിയാണ്. അവർ വിഗ്രഹ ആരാധനയിലേക്ക് പോയത് കൊണ്ടാണ് അവരെ ശിക്ഷിക്കുവാനായിട്ട് പ്രവാസകാലം എവിടെയായിരുന്നു? അശ്ശൂരിയ രാജാവ് വന്നിട്ട് ബാബിലോണിൽ കൊണ്ടുപോയി. പക്ഷെ ദൈവം പറയുന്നത് അത് നിങ്ങൾ അവിടെ മുഴുവൻ കാലം, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിൽക്കാനുള്ളതല്ല. പക്ഷെ ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും. തിരികെ എന്ന് നിങ്ങളോട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്, നിങ്ങളെ തിരികെ കൊണ്ടുവരും. അതുകൊണ്ടാണ് 20-ാമത്തെ വചനം വായിച്ചേ. ഇസ്രായേലിൽ അവശേഷിച്ചവരും യാക്കോബിന്റെ ഭവനത്തിൽ ജീവിച്ചിരിക്കുന്നവരും തങ്ങളെ പ്രഹരിച്ചവനിൽ അന്ന് ആശ്രയിക്കുകയില്ല. അവർ ഇസ്രായേലിന്റെ പരിശുദ്ധനായ കർത്താവിൽ തീർച്ചയായും ശരണം വയ്ക്കും. ഹല്ലേലൂയ. അവശേഷിക്കുന്ന ഒരു ഭാഗം, യാക്കോബിന്റെ സന്തതികളിൽ അവശേഷിക്കുന്ന ഒരു ഭാഗം ശക്തനായ ദൈവത്തിങ്കിലേക്ക് തിരിയും. ഹല്ലേലൂയ. ആരെല്ലാം ആശ്രയിക്കുക? ദൈവത്തിൽ മാത്രമേ ആശ്രയിക്കുകയുള്ളൂ. അതുകൊണ്ട് സങ്കീർത്തനം 27-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം അവസാനം പറയുന്നുണ്ട് അല്ലേ? എങ്ങനെ പറയുന്നത്? Some put their trust in chariots, some put their trust in horses, but we will put our trust in the name of the Lord our God. എന്ന് വായിച്ചേ. സങ്കീർത്തനം 27. ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു, ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. നമ്മൾ അഭിമാനം കൊള്ളേണ്ടത് ആരിലാണ്? കർത്താവായ സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തിന്റെ നാമത്തിലാണ് നമ്മൾ അഭിമാനം കൊള്ളേണ്ടത്. അങ്ങനെയുള്ളതുകൊണ്ടാണ് സങ്കീർത്തനം ഐസയ പ്രവാചകന്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 27 വചനം പറയുന്നത്. അങ്ങനെ ഞാൻ നിലവിളിച്ച് അപേക്ഷിക്കുമ്പോൾ, നമുക്കറിയാം സങ്കീർത്തനം 22:3 പറയുന്നത് ഇസ്രായേലിലെ സ്തുതികളിൽ ഉപവിഷ്ടനായ ദൈവമാണ് നമ്മളുടെ ദൈവം. അങ്ങനെയുള്ള ദൈവം, നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വരും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ന് ഒരു ബന്ധനത്തിലാണ്, എന്ന് ഒരു രോഗത്തിലാണ്, എന്ന് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം വഴി നിങ്ങൾക്ക് ഒരു വിടുതൽ വേണോ, ഒരു വീണ്ടെടുപ്പ് വേണോ, ആകെ ചെയ്യേണ്ടത് കൈകൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കുക. ദൈവം വാഗ്ദാനത്തിൽ വിശ്വസ്തനാണെങ്കിൽ ആണോ? ഹല്ലേലൂയ. അവനായതിനാൽ, വാഗ്ദാനത്തിൽ വിശ്വസ്തനായതിനാൽ അവൻ അവിടെ വന്ന് നമ്മുടെ മധ്യേ ഉണ്ടാകും. ബിക്കോസ് എവിടെ ദൈവത്തിൻ്റെ മക്കൾ ആരാധിക്കുന്നു, കൈകൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കുന്നുവോ, അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നാണ് സങ്കീർത്തനം 22:3 പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ എന്ത് സംഭവിക്കും? 27 വായിച്ചേ. അന്ന് അവന്റെ ഭാരം നിന്റെ തോളിൽ നിന്ന് നീങ്ങുകയും നിന്റെ കഴുത്തിലുള്ള നുകം നശിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഇത് നിങ്ങൾക്ക് രോഗത്തിൻ്റെയോ ശാപത്തിൻ്റെയോ ഏത് ഭാരമായിക്കോട്ടെ നിങ്ങളുടെ കഴുത്തിലുള്ളത്, അത് നശിപ്പിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യണം? ആരാധിക്കണം. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളപ്പോൾ. ദൈവത്തിൻ്റെ വചനം പറയുന്നത് the anointing oil destroys the yoke. The anointing, പുഷ്ടി. അങ്ങനെ ആ കാലത്ത് അഭിഷേക തൈലം, പുഷ്ടി എല്ലാ നുകങ്ങളെയും തകർക്കുമെന്നാണ് ദൈവം പറയുന്നത്. ഐസയ പ്രവചനം 63:7 വായിച്ചേ. കർത്താവ് നമുക്ക് നൽകിയ എല്ലാറ്റിനെയും പ്രതി തൻ്റെ കരുണയാൽ അവിടുന്ന് ഇസ്രായേൽ ഭവനത്തിന് ചെയ്ത മഹാനന്മയെയും പ്രതി ഞാൻ അവിടുത്തെ ദയാവായ്പനായ ഒത്ത് അവിടുത്തെ കാരുണ്യത്തെ കീർത്തിക്കും. ഞാൻ അവിടത്തേക്ക് കീർത്തനങ്ങൾ ആലപിക്കും. ഹല്ലേലൂയ. നമ്മളെപ്പോഴും നന്ദിയുള്ളൊരു ജനമായിരിക്കണം. We must proclaim the loving kindness, the tender mercies of God.
ദൈവം നമുക്ക് ചെയ്ത നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും ഇവിടെ ദൈവത്തിൻ്റെ ആ നന്മയും സ്നേഹവും ഒക്കെ അനുഭവിച്ച വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ കൈകൾ പൊക്കുകയിലായിരിക്കും, പക്ഷേ സത്യം ഇതാണ്, നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ അനുകമ്പയും ദയയും കരുണയും സ്നേഹവും എല്ലാം അനുഭവിച്ച വ്യക്തിയാണ്. നമ്മൾ അതിന് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ്? ദൈവത്തോട് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. 9-ാമത്തെ വചനം വായിച്ച്. ദൈവത്തിൻ്റെ മനസ്സ് ഇവിടെ നമുക്കറിയാം. 9-ാമത്തെ വചനം. അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു. കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു, എന്നിട്ടും അവർ എതിർത്തു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അതിനാൽ ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം. ഇൻ ദിയർ എഫ്ലിക്ഷൻ ഹി വാസ് എഫ്ലിക്റ്റഡ്. മലയാളത്തിൽ അത് മുഴുവൻ വന്നിട്ടില്ല. ഇൻ ദിയർ എഫ്ലിക്ഷൻ ഹി വാസ് എഫ്ലിക്റ്റഡ്. കാരണം അവരുടെ പ്രയാസത്തിൽ ബുദ്ധിമുട്ടുകളും അവനും ഒരു സങ്കടം തോന്നി. ഹി വാസ് ഓൾസോ എഫ്ലിക്റ്റഡ് ബിക്കോസ് ഓഫ് മൈ എഫ്ലിക്ഷൻ. പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒരു പിതാവായ ദൈവം മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും അതിൻ്റെ സങ്കടം തോന്നുകയല്ലേ? ഹലോ, മക്കൾക്ക് എന്തെങ്കിലും സങ്കടം അല്ലെങ്കിൽ ഒരു മോശമായ കാര്യം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിതാക്കന്മാർക്ക് അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ തീർച്ചയായിട്ടും ആ സങ്കടത്തിൽ അവരും പങ്കാളിത്തം ഉണ്ടാവും. സോ വചനം പറയുന്നത് ഇൻ ദിയർ എഫ്ലിക്ഷൻ ഹി വാസ് ഓൾസോ എഫ്ലിക്റ്റഡ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ആൻഡ് ദി ഏഞ്ചൽ ഓഫ് ഹിസ് പ്രസൻസ് സേവ്ഡ് ദെം. In his love and in his pity, he redeemed them, and he bore them and carried them all the days of old. അവൻ്റെ ഉള്ളം കയ്യിലായിരുന്നു. അവൻ്റെ ഉള്ളം കയ്യിലായിരുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനം 106:44 വായിക്കാമോ? എന്നിട്ടും അവരുടെ നിലവിളി കേട്ട് അവിടുന്ന് അവരുടെ കഷ്ടത പരിഗണിച്ചു. ഈ എന്നിട്ടും എന്ന് പറയുന്നത് 44-ാമത്തെ വചനമാണ്. 1 മുതൽ 43 വരെ വായിച്ചാൽ ഈ ഇസ്രായേൽ ജനം ദൈവത്തിന് എതിരായിട്ട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. അവർ ധിക്കരിച്ചു, മർമർ ചെയ്തു, ഒരു ബാലിനെ ആരാധിച്ചു, കാളക്കുട്ടി ഉണ്ടാക്കി, അങ്ങനെ ഓരോ കാര്യം പറയുകയാണ്. ദൈവത്തിന് എതിരായിട്ട്, ദൈവത്തിന് വിരോധമായിട്ട്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ദൈവം സ്നേഹമായതുകൊണ്ട്, ദൈവം അവരെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. 44-ാമത്തെ വചനം തുടർന്ന് എന്നിട്ടും ഒന്ന് പറഞ്ഞ് എന്നിട്ടും. Nevertheless, he regarded their affliction when he heard their cry. അവരുടെ നിലവിളി കേട്ടപ്പോൾ അവൻ്റെ മനസ്സുരുകി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഏതവസ്ഥയിലായിക്കോട്ടെ, നിങ്ങൾ നിങ്ങളെ തന്നെ ശപിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളെ തന്നെ വിധിക്കേണ്ട ആവശ്യമില്ല. ആ ദൈവം നിങ്ങളുടെ നിലവിളി കേട്ടാൽ അവൻ്റെ ഹൃദയം, അവൻ്റെ മനസ്സ് ഉരുകുന്ന ദൈവമാണ്. പിന്നെ നിങ്ങളെ ശിക്ഷിക്കാനല്ല, നിങ്ങളെ രക്ഷിക്കാനാണ് അവൾ കൈ നീട്ടുക. ഹല്ലേലൂയ. പിന്നെ 45-ാമത്തെ വചനം വായിച്ചേ. അവിടുന്ന് അവർക്ക് വേണ്ടി തൻ്റെ ഉടമ്പടി ഓർമ്മിച്ചു. തൻ്റെ കാരുണ്യാതിരേകം മൂലം അവിടുത്തെ മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അവൻ ഉടമ്പടി ഓർമ്മിക്കുന്നതും പാലിക്കുന്നതുമാണ് ദൈവമാണ്. He is not only a God who remembers, but he also fulfills his covenant. Hallelujah. നമുക്ക് 2 തിമോത്തി 2-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം പറയുന്നുണ്ട്. അവൻ്റെ സ്വഭാവങ്ങളെ മനസ്സിലാക്കണം. നമ്മൾ അവിശ്വസ്തത ആണെങ്കിൽ പോലും അവൻ വിശ്വസ്തനാണ്. That is the character of God. 2 Timothy 2:13. നാം അവനെ നിഷേധിക്കുന്നെങ്കിൽ അവൻ നമ്മെയും നിഷേധിക്കും. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. നമുക്കറിയാമല്ലോ, സാധാരണഗതിയിൽ നമ്മുടെ ലൗകിക തലത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു കരാറുണ്ടാക്കി, ഒരാൾ കരാർ ലംഘിച്ചാൽ മറ്റേയാളും ലംഘിക്കാനുള്ള അവകാശമുണ്ട്, ഇല്ലേ? അല്ലേ? ഒരാൾ ഒരു കരാർ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ആൾക്ക് ആ കരാർ ലംഘിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ദൈവം അങ്ങനെയല്ല. നമ്മൾ ദൈവത്തിൻ്റെ ആ ഉടമ്പടിയിൽ നിന്ന് മാറി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ സേവിക്കുന്ന ദൈവം സ്നേഹമായതുകൊണ്ട് അവൻ വിശ്വസ്തനാണ്.
വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നീ കരഞ്ഞ് നിലവിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഞാൻ നിനക്ക് ഉത്തരം തരുമെന്ന് പറഞ്ഞ ദൈവം ആണെങ്കിൽ നമ്മൾ ഏതവസ്ഥയിലാണെങ്കിൽ പോലും പ്രിയപ്പെട്ടവരെ, അവൻ വാഗ്ദാനത്തിൽ വിശ്വസ്തനായതുകൊണ്ട് നിങ്ങൾ എന്ന് കരഞ്ഞപേക്ഷിക്കുന്നുവോ അവൻ നിങ്ങളെ നിഷേധിക്കുകയില്ല, അവൻ നിങ്ങളെ തള്ളിക്കളയുകയില്ല എന്നുള്ള വാഗ്ദാനം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഹീസ് ഫെയ്ത്ത്ഫുൾ, അവൻ വിശ്വസ്തനാണ്. ഒന്ന് പറഞ്ഞേ, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അങ്ങനെ അത് ആ അറിവുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ട നമ്മൾ മനസ്സിലാക്കണം ആ നമ്മൾ ആ വിശ്വസ്തയുടെ ആ അളവറിയണമെന്നുണ്ടെങ്കിൽ റോമാർക്കുള്ള ലേഖനം 5-ാമത്തെ അധ്യായം 8-9 വചനങ്ങൾ വായിച്ചാൽ മതി. ദൈവം എബ്രാഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും ഒക്കെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അനുഗ്രഹിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സന്തതി അനുഗ്രഹിക്കും, അല്ലേ? അങ്ങനെയുള്ളൊരു ദൈവം, ആ അനുഗ്രഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിലനിൽക്കുമ്പോൾ അതിൻ്റെ ആ വിശ്വസ്തയുടെ അടയാളം ഇവിടെ ഒന്ന് വായിച്ചേ. റോമൻസ് 5. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ദൈവം സ്നേഹമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദാനം പ്രകടമായത് എപ്പോഴാണ്? നമ്മൾ ശത്രുതയിലായിരുന്നു, നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ചു. പ്രിയപ്പെട്ടവരെ, അത് ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ അടുത്ത ആകയാൽ ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. ആ ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്ന ഇസ് ഒരു നെഗറ്റീവ് മാറ്റുക. പക്ഷെ നമ്മൾ മറ്റു സൈഡ് നോക്കണം. ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുക തീർച്ചയായിട്ടും, പക്ഷേ അനുഗ്രഹങ്ങൾ എന്തുമാത്രം കൂടുതൽ വരും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ക്രോധത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത് ഒരു നെഗറ്റീവ് ഇല്ലാതെ ആക്കുക, പക്ഷേ ദ പോസിറ്റീവ് എന്തുമാത്രം അളവില്ലാതെ പോസിറ്റീവ് കിട്ടുകയാണ്, അല്ലേ? ദൈവം സ്നേഹമായതുകൊണ്ട്. കാരണം ഹീ ഈസ് ഫെയ്ത്ത്ഫുൾ, അവൻ വാഗ്ദാനത്തിൽ വിശ്വസ്തനാണ്. പിന്നെയും അവൻ ഉടമ്പടി. നമ്മുടെ വിശ്വാസം മനസ്സിലാക്കണം, ആഴമായി മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്: അവൻ വാഗ്ദാനത്തിൽ വിശ്വസ്തനാണ്. അവൻ്റെ ഉടമ്പടി അവൻ പാലിക്കും. പുറപ്പാട് പുസ്തകം 2:23, 24, 25 വായിക്കാം. കുറെ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവ് മരിച്ചു. അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അവരുടെ നിലവിളി പലപ്പോഴും ഇത് കുറെ കാലം കഴിഞ്ഞാണ് ഈ സംഭവിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ ഉടമ്പടിയൊക്കെ അല്ലെങ്കിൽ ഓരോ കാര്യം പറഞ്ഞ് അതിനെക്കുറിച്ച് പിന്നെ കുറെ കാലം കഴിഞ്ഞ് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്, ഞാൻ ഇങ്ങനെയല്ലേ പറഞ്ഞത്, അല്ലേ? അതുകൊണ്ടാണ് പലപ്പോഴും പ്രത്യേകിച്ച് വക്കീലുമാർ പറയും എന്തുടമ്പടി ഉണ്ടെങ്കിലും അത് എഴുതിയെടുക്കണം, ഗെറ്റ് ഇറ്റ് ഡൗൺ ഇൻ റൈറ്റിംഗ്. കാരണം എന്താ, മനുഷ്യൻ്റെ അവൻ്റെ ക്യാരക്ടർ, അവൻ്റെ സ്വഭാവം തന്നെ ഇങ്ങനെ മാറ്റി മാറ്റി പറയാനായിട്ട്. അവൻ വക്രത, അവൻ കള്ളനാണ്, അവൻ യാക്കോബാണ്. യാക്കോബ് എന്നാണ് വഞ്ചകനാണ്, ഇസ് എ ഡിസീവർ. ഇവിടെ യാക്കോബാരെല്ലാം ഉണ്ടോ? ഇല്ല. നമ്മളെല്ലാവരും ആരാണ്? ഇസ്രായേൽ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. വായിച്ചേ. ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും എബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. അവിടുന്ന് അവരെ കടാക്ഷിച്ചു, അവരുടെ ദയനീയ അവസ്ഥ ഗ്രഹിച്ചു. ഈ വാഗ്ദാനം എവിടെയാണ് കൊടുത്തത്? എബ്രാഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും ഒരു ദിവസം ഞാൻ പുറത്തോട് കൊണ്ടുവരുമെന്നുള്ള വാഗ്ദാനം എവിടെയാ? എവിടെയാ? നമുക്ക് ഉൽപ്പത്തി പുസ്തകം 15-ാമത്തെ അധ്യായം 13 മുതൽ 16 വരെ വചനങ്ങൾ വായിക്കാം. കാരണം ദൈവം അന്ന് ഇതെല്ലാം സംഭവിക്കുന്നതിന് മുമ്പ് ദൈവം ഒരു വാഗ്ദാനം കൊടുത്തതാണ്. ഹി അക്നോളജ്ഡ് ദാറ്റ് കവനന്റ് വിത്ത് ഏബ്രഹാം. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, നീ ഇതറിഞ്ഞുകൊള്ളുക, നിന്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളായി കഴിഞ്ഞുകൂടും. അവർ ദാസ്യവേല ചെയ്യും. 400 കൊല്ലം അവർ പീഡനങ്ങൾ അനുഭവിക്കും. എന്നാൽ അവരെ അടിമപ്പെടുത്തുന്ന രാജ്യത്തെ ഞാൻ കുറ്റം വിധിക്കും. അതിനുശേഷം ധാരാളം സമ്പത്തുമായി അവർ പുറത്തു വരും. നീ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും. വാർദ്ധക്യ പരിപൂർത്തിയിൽ നീ സംസ്കരിക്കപ്പെടും. 4-ാം തലമുറയിൽ അവർ ഇങ്ങോട്ട് തിരിച്ചു പോരും. എന്തെന്നാൽ
അമോര്യരുടെ ദുഷ്ടത ഇനിയും പൂർത്തിയായിട്ടില്ല. 4-ാം തലമുറയിൽ അവർ തിരികെ വരും എന്ന് ദൈവം എബ്രഹാമിന് ഒരു വാഗ്ദാനം കൊടുത്തിരുന്നു. പിന്നെ വേറൊരു വാഗ്ദാനം, യാക്കോബിന് കൊടുത്ത വാഗ്ദാനം. ഉൽപ്പത്തി പുസ്തകം 46:3-4. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്തെങ്കിലും അനുഗ്രഹം ഈ വചനത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രാപിക്കാം. ഹലോ, എന്തെങ്കിലും എവിടെയെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ഒന്ന് വായിച്ചു കേട്ടാൽ മതി, നിങ്ങൾ അത് ഉണ്ടെങ്കിൽ അത് പ്രാപിക്കാം. ദൈവം പറയാണ് ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അത് പ്രാപിക്കാം. There is no qualification except that you must come under the blessing of Abraham. എബ്രഹാമിന് വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങളാണിത്. അതുകൊണ്ടാണ് നമുക്കറിയാം ഗലാത്യർക്ക് ലേഖനം 3-ാം 14 പറയുന്നത്, യേശു ക്രിസ്തു കുരിശേൽ ആ മരത്തേൽ തൂങ്ങി മരിച്ചത് എന്തിനാണ്? എബ്രഹാമിന് വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ വിജാതിയർ പ്രാപിക്കാൻ വേണ്ടിയാണ്. എബ്രഹാമിൻ്റെ മക്കളാണെങ്കിൽ, എബ്രഹാമിൻ്റെ സന്തതികളാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ അവകാശം. അല്ലാതെ കുറേ വീടുകളോ കുറേ പറമ്പുകളോ അല്ലെങ്കിൽ കുറേ ബിസിനസ്സുകളോ അല്ല. ഇതാണ് നിങ്ങളുടെ അവകാശം. വായിച്ചേ. അവിടെന്ന് പറഞ്ഞു, ഞാൻ ദൈവമാണ്, നിന്റെ പിതാവിൻ്റെ ദൈവം. ഈജിപ്തിലേക്ക് പോകാൻ ഭയപ്പെടേണ്ട, കാരണം അവിടെ ഞാൻ നിന്നെ വലിയൊരു ജനമായി വളർത്തും. ഞാൻ നിന്റെ കൂടെ ഈജിപ്തിലേക്ക് വരും, നിന്നെ തിരികെ കൊണ്ടുവരികയും ചെയ്യും. നിന്നെ എങ്ങോട്ട് കൊണ്ടുപോകും? ഞാൻ തിരികെ നിന്നോട് കൊണ്ടുപോകും. മരണസമയത്ത് ജോസഫ് നിന്നെ ശുശ്രൂഷിക്കും. എങ്ങോട്ടാ തിരികെ കൊണ്ടുപോകുന്നത്? ഞാൻ എബ്രഹാമിന് വാഗ്ദാനം ചെയ്ത ആ കാനാൻ ദേശത്തേക്ക് ഞാൻ നിന്നെ തിരികെ കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു വിശ്രമം ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? നമുക്ക് ഹെബ്രായർക്കുള്ള ലേഖനം 3-ാം അധ്യായം വായിക്കുകയാണെങ്കിൽ വിശ്രമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വിശ്രമത്തിലേക്ക് ദൈവം നമ്മളെ ഓരോരുത്തരെയും കൊണ്ടുപോകും. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. പക്ഷെ അത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ 4:1 വായിച്ചേ. ഹീബ്രൂസ്. അവിടെ നിന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ. ആർക്കൊക്കെ ഉണ്ട് ഒരു വാഗ്ദാനം? ദൈവം വാഗ്ദാനം ചെയ്ത ആ വിശ്രമത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ പറ്റും എന്നുള്ള വാഗ്ദാനം ഉണ്ട് എന്ന് വിശ്വസിക്കാനൊക്കെ ഉണ്ട്. വായിച്ചു കേൾക്കണം ബാക്കി. നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം. ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ കുറവ് കൊണ്ടാണോ എനിക്ക് പ്രവേശിക്കാൻ പറ്റാത്തതിന്റെ കാര്യം? അല്ല. എന്തുകൊണ്ടാണെന്ന് അടുത്ത വചനം പറയുന്നുണ്ട്. അവർക്കെന്ന പോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ അത് വിശ്വസിച്ചില്ല. അപ്പോൾ ദൈവം വാഗ്ദാനം ചെയ്ത വിശ്രമത്തിലേക്ക് അങ്ങോട്ട് കയറുന്നത് എങ്ങനെയാ പ്രിയപ്പെട്ടവരെ? വചനത്തിലുള്ള വിശ്വാസം. എന്തിലുള്ള വിശ്വാസം? കെട്ടുകഥയിലല്ല, പാരമ്പര്യത്തിലല്ല, ആചാരം അനുഷ്ഠാന നിയമത്തിലല്ല, അതിനുപരി ദൈവത്തിന്റെ വചനത്തിലുള്ള വിശ്വാസം. ഒന്നുകൂടെ വായിച്ചേ. 2. അവർക്കെന്ന പോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. അപ്പൊ സുവിശേഷമാണ് എന്നെ വിശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നത്. സുവിശേഷത്തിലുള്ള വിശ്വാസം. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ അത് വിശ്വസിച്ചില്ല. എന്നാൽ വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. വിശ്വസിച്ചവരായ നാം യേശു ക്രിസ്തുവിന്റെ വചനത്തിൽ വിശ്വസിച്ചതിനാൽ ഞാൻ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവസാനമായിട്ട് ഒരു വചനം കൂടെ. റോമൻസ് 1-ാം അധ്യായം 16-ാമത്തെ വചനം. ഇന്ന് പലവർക്കും ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ഇതെന്തോ പുസ്തകമാ? ഒരു വ്യക്തി ചോദിക്കുമായിരുന്നു, അല്ല പലർക്കുമുള്ള സംശയമാണ്, ഇത് മനുഷ്യൻ എഴുതിയതല്ലേ എന്ന്, അല്ലെങ്കിൽ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തമുണ്ടോ? വേറെ പലർക്കുള്ള സംശയമാണ്, ഇത് മനുഷ്യനാണല്ലോ ഇത് സൂക്ഷിച്ചു വെച്ചത്. പ്രിയപ്പെട്ടവരെ, ഇത് മനുഷ്യൻ എഴുതിയതല്ല. 2 തിമോത്തി 3-ാം അധ്യായം പറയുന്നത് ദൈവവചനമെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിവേശിതമാണ്. ഓൾ സ്ക്രിപ്ചർ ഈസ് സ്പിരിറ്റ് ബ്രീത്ഡ്. മനുഷ്യൻ എഴുതിയതല്ല. ഇത് സൂക്ഷിച്ചത് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഹെബ്രായർക്കുള്ള ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വചനം വായിച്ചാൽ മതി. ഇത് സൂക്ഷിച്ചത്, ഈ പ്രപഞ്ചം മുഴുവൻ സൂക്ഷിച്ച ദൈവമാണ് ഇതിനെയും സൂക്ഷിച്ചത്. ഹലോ, ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും, ഈ ചന്ദ്രൻ വന്നിട്ട് ഈ ലോകത്തിലേക്ക് ഭൂമിയിലേക്ക് വന്ന് ഇടിക്കാതെയും, ഈ പ്രപഞ്ചം മുഴുവൻ ആ പെർഫെക്റ്റ് ഹാർമണിയിൽ സൂക്ഷിച്ച എൻ്റെയും നിങ്ങളുടെയും ദൈവമാണ് ഇതും സൂക്ഷിച്ചത്.
കേട്ടോ. അത് വലിയ പ്രയാസമുള്ള കാര്യമല്ല. ഒന്ന് വായിച്ചേ ഹീബ്രൂസ്. ഹല്ലേലൂയ. അവൻ അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. എല്ലാറ്റിനെയും, ഇൻക്ലൂഡിങ് ഹിസ് വേർഡ്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതാരാണ് സൂക്ഷിച്ചത്? ഇതാരാണ് എഴുതിയത്? ഇത് എഴുതിയത് ദൈവമാണ്. ഇത് സൂക്ഷിച്ചത് എഴുതിയ ആള് തന്നെയാണ്. ദൈവം തന്നെയാണ് സൂക്ഷിച്ചത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആകെ ചെയ്യേണ്ടത് ഇതൊന്ന് വിശ്വസിച്ചാൽ മതി. ഇത് വിശ്വസിച്ചാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണ്? 16 വായിച്ചു, 1:16. സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. എന്താണ്? ദൈവശക്തിയാണ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക്, എന്നാ പറയുന്നേ, നമ്മൾ ഈ സുവിശേഷത്തെ വിശ്വസിച്ച് കഴിഞ്ഞാൽ മതി, സുവിശേഷം നമ്മളെ ആ രക്ഷയിലേക്ക് ഉന്തി തള്ളിക്കയറ്റും. ഹല്ലേലൂയ. ഇറ്റ് വിൽ പുഷ് യു ഇൻടു സാൽവേഷൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ കേട്ടിട്ടുണ്ട് ജപ്പാനിലൊക്കെ ഈ സബർബൻ ഈ അണ്ടർഗ്രൗണ്ട് ട്രെയിനിൽ പുഷേഴ്സ് ഉണ്ടെന്ന്, ഒഫീഷ്യൽ പുഷേഴ്സ്. കാരണം ഭയങ്കര തിരക്കാണ്, കേട്ടിട്ടുള്ളൂ കേട്ടോ, ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഡോറ് തുറന്ന ഉടനെ ആൾക്കാർ കയറാനിരിക്കും. അതുകൊണ്ട് ആൾക്കാർക്ക് കയറാനായിട്ട് ഒഫീഷ്യൽ പുഷേഴ്സ് ഉണ്ട്. ട്രെയിനകത്തോട് ഉന്തിക്കയറ്റും, ഡോർ അടഞ്ഞ് ട്രെയിൻ പോകും. അതുപോലെ തന്നെ സുവിശേഷം വിൽ പുഷ് യു ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഇറ്റ്സ് എ പവർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശക്തിയാണ്, രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. ഇറ്റ്സ് എ പവർ. ദൈവപ്പെട്ടവരെ, അതുകൊണ്ട് ഇത് ഡിസ്കൗണ്ട് ചെയ്യരുത്. ഇതാണ് യേശു ക്രിസ്തു. അവൻ്റെ നാമം ദൈവവചനം. അവൻ്റെ നാമം ദൈവവചനം. നമുക്കൊന്ന് അവസാനമായിട്ട് ഒരു വചനം കൂടെ കേൾക്കാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ദൈവനാമത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിക്കുള്ള ഒരു വാഗ്ദാനം റോമൻസ് 10:11 വായിച്ചേ. നമ്മളൊക്കെ ഈ വാഗ്ദാനങ്ങൾ സ്വന്തമാക്കണം. ഹലോ, ഈ വാഗ്ദാനങ്ങൾ സ്വന്തമാക്കണം. എനിക്ക് ഒരു ബാങ്കിൽ 1,00,000 രൂപ അവിടെ നിക്ഷേപം ഉണ്ടെങ്കിൽ ആ നിക്ഷേപത്തിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തില്ലേ അല്ലേ? എനിക്ക് ചെക്ക് ഇഷ്യൂ ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാം. കാരണം എന്താ? എനിക്കറിയാം ആ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്കൊക്കെ അടിസ്ഥാനമായിട്ട് ഒരു ദർ ഇസ് എ ബാക്കിംഗ് അല്ലേ? നമുക്ക് ബാങ്ക് ബാലൻസിനേക്കാൾ വലിയ ബാക്കിംഗ് ഉണ്ട്. വായിച്ചേ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, അല്ലെ നമ്മൾ എതിരെ വരുന്ന പ്രയാസങ്ങൾ എങ്ങനെയാണ് നമ്മൾ നേരിടുക എന്നുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ബാക്കിംഗ്, ഒരു എഷ്വറൻസ്, ഒരു കംഫർട്ട് ഉണ്ട്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? കാരണം അവൻ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയിലാണ്. ഹലോ, അവൻ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയിലാണ്. എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വാഗ്ദാനം ചെയ്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ലജ്ജ വരികയില്ല. ലജ്ജിക്കേണ്ട ആവശ്യമുണ്ട്.